ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം ഇക്വാലുവേഷൻ 2023-24 വർഷത്തെ അറബിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഇക്രൽ ഫിക്രൽ ആത്തിയ വാജിബൻ അസില. താഴെയുള്ള ഫിക്ര വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഫിക്ര എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ്. അപ്പോൾ നമുക്ക് പാരഗ്രാഫ് വായിച്ചു നോക്കാം. ലബിസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസദീഖുഹു ഫി 6 സലാസ അയ്യാം. നബിയും കൂട്ടുകാരനും കൂടിയിട്ട് ഒരു ഗുഹയിൽ 3 ദിവസം താമസിച്ചു. വജദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വദീഖുഹു വസീനൻ. അപ്പോഴാണ് നബി തൻ്റെ കൂട്ടുകാരന് വളരെയധികം വിഷമിച്ചിരിക്കുന്നതായിട്ട് കണ്ടത്. ഫക്കാല, അപ്പോൾ പറഞ്ഞു, ലാ തഹ്സൻ, നീ വിഷമിക്കരുത്, ഇന്നല്ലാഹ മഅന, എന്താണ്, നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്. വകാന അസ്മാ റളിയല്ലാഹു അൻഹ തഹ്തീബി ത്വാമി സലാസ ലയാലിൻ ഫിൽ 6. 3 ദിവസവും അസ്മാ റളിയല്ലാഹു അൻഹ ഭക്ഷണവുമായിട്ട് ആ ഒരു ഗുഹയിലേക്ക് എത്തി. ഇതാണ് തന്നിട്ടുള്ള പാരഗ്രാഫ്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, മാലി എൽബസു. എൽബസു എന്നതിൻ്റെ മാലി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്. ഓക്കെ, എൽബസു എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ് ആണ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൽബസു എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ലബിസ എന്നുള്ളതാണ്. ഓക്കെ, ലബിസ. ഇനി ലിദ്ദു മസ്റൂർ എന്ന് പറഞ്ഞാൽ സന്തോഷം, അതിൻ്റെ ലിദ് എഴുതാനാണ്. ലിദ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് അസീനുൻ എന്നുള്ളതാണ്. ഓക്കെ, ദുഃഖിതം എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തേത് മുഫ്രദ് എഴുതാണ്. അസ്തികാ എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ. അപ്പോൾ അതിൻ്റെ മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം, കൂട്ടുകാരൻ എന്ന് പറയണം. അതാണ് സ്വദീഖ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്വദീഖിൻ്റെ ജം ആണ് അസ്തികാ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ജമ്മു യൗമ് എന്ന് പറഞ്ഞാൽ ദിവസത്തിൻ്റെ ജം എഴുതാണ്. ജം എന്ന് പറഞ്ഞാൽ പ്ലൂരൽ, ബഹുവചനം, അയ്യാം എന്നുള്ളതാണ്. അഞ്ചാമത്തെ ചോദ്യം, കം യൗമി എൽബസു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ 6. എത്ര ദിവസമാണ് നബി ആ ഗുഹയിൽ താമസിച്ചത്? എത്ര ദിവസമാണ്? സലാസത്തു അയ്യാം, 3 ദിവസമാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആറാമത്തെ ചോദ്യം, മൈ യഅതി ബി ത്വാമി ഫി ഇലൽ 6. ആരാണ് ആ ഗുഹയിലേക്ക് ഭക്ഷണവുമായി വന്നത്? ആരാണ്? അസ്മാ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഇതാണ് ഈ ഒന്നാമത്തെ സെക്ഷനും അതിൻ്റെ ഉത്തരവും എന്ന് പറയുന്നത്. ഈ ഒന്നാമത്തെ സെക്ഷനിൽ കൂട്ടുകാർ നോക്കേണ്ടത് എന്താണ് മാദി, എന്താണ് മുദാരി, എന്താണ് അംറ്, അതുപോലെ തന്നെ ലിദ്, മുഫ്രദ്, ജംഇ, ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അജിബ് അൻ ഇസ്നേനി ഫക്കത്. ഏതെങ്കിലും 2 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത് 7 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ. ഏഴാമത്തെ ചോദ്യം, ഇക്ര തസ്രീഹി വഖ്ത് ശുബ് സത്തറൽ മുനാസിബ ഫിൽ മാന. ഇവിടെ തന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഒരു തസ്രീഹ് ഉണ്ട്. ആ തസ്രീഹിന് അനുയോജ്യമായിട്ടുള്ള അർത്ഥം വരുന്ന സത്തർ ഏതാണ് വരി എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അർ റജുലു കരീമു യുക്രിമു സൗജതുഹു വയദുല്ലാഹ തആല ബിഹൈരിഹി. എന്താണ്, ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പുരുഷൻ എന്ന് പറയുന്നത് അവൻ്റെ ഭാര്യയോട് ഏറ്റവും കരുണ കാണിക്കുന്നവനും അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്ന ആളുകളുമാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ഖൈർ എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട വരി എന്ന് പറയുന്നത് വയഗ്ലാമി മക്കാനത്തിഹ വയദുല്ലാഹ യർആഹ എന്നുള്ളതാണ്. അതിന് ശരിയായിട്ട് ആപ്റ്റായിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. 8ാമത്തെ ചോദ്യം, കമ്മിൽ ബിൽ മുനാസിബ് മിമ്മ ഫിൽ കൗസൈനി. ബ്രാക്കറ്റിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അലിഫ്, കാല രാജു പറയാണ്, ഉംബി, എൻ്റെ വയസ്സ് 19, എത്രയാണ്? 19 ആമൻ എന്നാണോ സെനത്തൻ എന്നാണോ? അവിടെ 19 എന്നാണെങ്കിൽ നമുക്ക് സെനത്തൻ എന്ന് കൊടുക്കാം. പക്ഷേ ഇവിടെ 19 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആമൻ എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ ആമൻ എന്ന് ഉത്തരം വരും. കാല നാസിർ പറയാണ്, ഉംബ്രി, എൻ്റെ വയസ്സ് ഡാഷ് സെനത്തൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്, 10 എന്നതിന് താവും മറ്റേതിന് താ അല്ലാതെ എന്നാണ് കൊടുക്കേണ്ടത്. അഥവാ സബ് അഷറത്ത എന്നാണ് കൊടുക്കേണ്ടത്. ഒന്നാമത്തത് സുബ് അഷറയാണ്, അത് തെറ്റാണ്. രണ്ടാമത്തെ സബ് അഷറയാണ്. സബ് അഷറ എന്ന് വരുമ്പോൾ സെനത്തൻ എന്ന് വരില്ല, ആമൻ എന്ന് വരണം. അതുകൊണ്ട് സബ് അഷറത്ത എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. 9ാമത്തെ ചോദ്യമാണ്, ഇക്രൽ സുത്തൂറ വക്തശുബുൽ മുത്തറാദിഫാത്തി ലിൽ കലിമാത്തി താലിയ കമാഫിൽ മിസാൽ. താഴെയുള്ള സത്തർ എന്ന് പറഞ്ഞാൽ വരികൾ വായിക്കുക, അതിൽ നിന്നും മുത്തറാദിഫാത്ത് കണ്ടെത്താനാണ്. മുത്തറാദിഫാത്ത് എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വായിക്കാം. കുൻ ജമീലൻ യാ ഫത്ത തറൽ കൗനി ജമീലൻ തഫാഅൽ ഹയ്യ ബിത്തസിം വൽ ഹയാത്തു മലീഅത്തൻ ബിൽ ജമാലി വൻ നായിം വൽ അമാനി അൽ മുലിയ.
ഇവിടെ മിസാല് റായിയൂൻ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത്, അതേ അർത്ഥം വരുന്നതാണ് ജമീൽ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടിനും ഒരേ മീനിങ് ആണ് വരുന്നത്. ആലം എന്ന് പറഞ്ഞാൽ ഈ ലോകം, അതേ അർത്ഥം വരുന്നതാണ് കൗനി എന്ന് പറയുന്നത്. ഓക്കെ, തെറൽ കൗനു ജമീലെ, എന്താണ് നമ്മൾ നല്ല ഈ ലോകം നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നും. അപ്പോൾ കൗനി എന്നുള്ളതും ആലം എന്ന് പറയുന്നതും രണ്ടും ഒരേ അർത്ഥമാണ്. അടുത്തത് ഈശത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം, അതേ അർത്ഥം വരുന്നതാണ് ഹയാത്ത് എന്ന് പറയുന്നത്. അടുത്തത് ഷാബുൻ എന്ന് പറഞ്ഞാൽ യുവാവ്, അതേ അർത്ഥമാണ് ഫത്ത എന്നതിന് വരുന്നത്. അടുത്തത് തെമ്നിയാത്തുൻ എന്നുള്ളതാണ്. തെമ്നിയാത്തുൻ എന്നതിന് അതേ മീനിങ് വരുന്നതാണ് അമാനി എന്നുള്ള വാക്ക്. ഓക്കെ, അപ്പോൾ ആലം എന്നതിന് കൗനി, ഈശത്ത് എന്നതിന് ഹയാത്ത്, ഷാബുൻ എന്നതിന് ഫത്ത, തെമ്നിയാത്ത് എന്നതിന് അമാനി. ഓക്കെ, ഇങ്ങനെയാണ് വരേണ്ടത്. ആദ്യം നിങ്ങൾ മുത്തറാദിഫാത്ത് എന്താണെന്ന് മനസ്സിലാക്കുക. ഒരേ അർത്ഥം വരുന്ന വാക്കുകൾക്കാണ് മുത്തറാദിഫാത്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ സെക്ഷനാണ് അജിബന് സിത്തത ഫഖദ്. ഏതെങ്കിലും 6 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 10 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾക്കാണ്. ഓക്കെ, ഇതിൽ 10ാമത്തെ ചോദ്യം വഫിഖ് ബൈനുൽ കൗലി വക്കായിൽ. ഇത് ആരോട് പറഞ്ഞു എന്നുള്ളത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് ഇന്ന അബാക്ക കത് ദഹബ ബിമാലിഹി. ഇത് ആര് പറഞ്ഞതാണ്? ഈ ഇതൊക്കെ നിങ്ങളുടെ സ്വർണ്ണമായിരുന്നെങ്കിൽ എന്ന വാക്ക് ആര് പറഞ്ഞതാണ്? ഇത് അബൂ ഗുഹാഫ പറഞ്ഞതാണ്. ഓക്കെ, അബൂ ഗുഹാഫ പറഞ്ഞതാണ്. അതുപോലെ ലാ തഹ്സൻ ഇന്നല്ലാഹ മഹന. നിങ്ങൾ ദുഃഖിക്കണ്ട, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെന്ന് ആര് പറഞ്ഞതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അടുത്തത് ഇന്നഹു തറക്കലന മാലൻ ഗസീറൻ. അത് ആര് പറഞ്ഞതാണ്? അസ്മാവ് ബിൻത്ത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും ഇങ്ങനെയാണ് നിങ്ങൾ മാച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11th ക്വസ്റ്റ്യൻ ആണ്. ആദ വാലിദു ഫുആദ് മിൻ ദുബൈ വ അൽത്താഹു സാഅത്തുൻ സക്കിയത്തുൻ ഹദിയ. എന്താണ് ആദ വാലിദു ഫുആദിൻ്റെ വാപ്പ തിരിച്ചു വന്നു. മിൻ ദുബൈ, എവിടെ നിന്നും? ദുബൈയിൽ നിന്നും തിരിച്ചു വന്നു. വ അൽത്താഹു, അദ്ദേഹം നൽകി സാഅത്തുൻ സക്കിയത്തുൻ, ഒരു സ്മാർട്ട് വാച്ച്, ഹദിയ, ഒരു സമ്മാനമായിട്ട് കൊടുത്തു. സ്വാറ ഫുആദ് ഫി കിമ്മത്തിൻ ഫറഹ്, അവനക്ക് എന്ത് തോന്നി? വളരെയധികം സന്തോഷം തോന്നി. കത്തബ ഫുആദ് മുഫക്കിറത്തൻ തിൽക്കല്ലയില, അന്ന് രാത്രി അവൻ ഒരു മുഫക്കിറ എഴുതുകയാണ്. മുഫക്കിറ എന്ന് പറഞ്ഞാൽ ഒരു ഡയറി എഴുതുകയാണ്. ആയിദൽ മുഫക്കിറ മിൻ ഖയാലിക ബി മുസാദത്തിൻ നിക്കാത്ത്. താഴെ തന്നിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ആ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് സൂചന തന്നിട്ടുള്ളത്? യൗമുൻ സുറൂർ, വളരെ സന്തോഷമുള്ള ദിവസം. ഫാദത്ത് ഐനായി, എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു. ഹീനമാലക്കീതു അബി, ഞാൻ എൻ്റെ ഉപ്പയെ കണ്ടപ്പോൾ. ഇംതലാ കൽബി, എൻ്റെ ഹൃദയം നിറഞ്ഞു. ഇന്ദമാ ഇസ്തലം തുസ്സാ, എനിക്ക് എന്ത് ചെയ്തു? ഈ ഒരു വാച്ച് തന്നപ്പോൾ. സാഫഹിനി അബി, എൻ്റെ ഉപ്പാക്ക് നല്ലത് നൽകണേ എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ള സൂചനകൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ഡയറി എഴുതി നോക്കാം. ഓക്കെ, ഡയറി എഴുതുമ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കുക, ഡേറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നിട്ട് ഒരു ഹെഡിങ് പോലെ കൊടുക്കുക. കം കാനത്ത് ഫർഹത്തി, എത്രത്തോളമാണ് എൻ്റെ സന്തോഷം. യോമുൻ സുറൂറുൻ ഫിൽസന, ഈ വർഷത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. ആദ വാരിദി മിൻ ദുബൈ, എൻ്റെ ഉപ്പ ദുബൈയിൽ നിന്നും വന്നു. ഫാദത്ത് ഐനാഹി ഈനമാ ലക്കേത്തു അബി, ഞാൻ എൻ്റെ ഉപ്പയെ കണ്ടപ്പോൾ എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു. അംതല കൽബി ബിൽ മസറ ഇന്ദമാ സ്ഥലം തുസാ, എനിക്ക് ആ വാച്ച് തന്നപ്പോൾ എന്താണ്ടായത്? എൻ്റെ ഹൃദയമൊക്കെ വളരെ സന്തോഷം കൊണ്ട് നിറഞ്ഞു. വസ്വാഫഹിനി അബി ബിൽ മസറ, എൻ്റെ ഉപ്പാക്ക് എപ്പോഴും നല്ലത് വരുത്തനെ. കം കാനത്ത് ഫറഹത്തി ഫി ഹാദിൽ ഹല്ലാത്ത്, ഇന്നത്തെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എനിക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടായതാണെന്ന് നിങ്ങൾക്കറിയാമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷം എനിക്കുണ്ടായി എന്ന് മനസ്സിലായോ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലായിരിക്കണം നിങ്ങൾ ഒരു ഡയറി എഴുതേണ്ടത്. അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യമാണ്. തർജം അൽ ജുംലൽ ആത്തിയ ഇല ലോത്തിക, നിങ്ങളുടെ ഭാഷയിലേക്ക് ഈ ഒരു സെൻറ്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഖദീജ ദാരിസത്തുൻ നഷീദത്തുൻ, എന്താണ് ഖദീജ എന്ന് പറയുന്നത്? വളരെ ഉന്മേഷവതിയായ ഒരു വിദ്യാർത്ഥിനിയാണ്. തദറുസു ഫി സൊഫിൽ ആഷിർ, അവൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വഹിയ, അവൾ എന്താണ്? മഹബൂബത്തുൻ ലദാ മുദർരിസീന വ ദാരിസീന, എന്താണ്? അവൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വളരെയധികം മഹബൂബ, വളരെയധികം പ്രിയപ്പെട്ടതാണ്, അല്ലെങ്കിൽ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. ഇതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്നുകിൽ ഇംഗ്ലീഷിലേക്കോ അല്ലെങ്കിൽ മലയാളത്തിലേക്കോ ആണ് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. 13ാമത്തെ ചോദ്യമാണ്. ഇക്രൽ ഫിക്രത്തിൽ ആത്തിയ വാജിബൻ അസില, താഴെയുള്ള ഫിക്ര വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അസയ്യിദ തവക്കുൽ അബ്ദുസലാം കർമാൻ യമാനിയുൻ അൽ ജിൻസിയ, തവക്കുൽ അബ്ദുൽ സലാം കർമാൻ എന്ന് പറയുന്നത് യമാനി എന്ന് പറയുന്നത് എന്താണ്? യമൻ ആണ്. ജിൻസിയ, നാഷണാലിറ്റി, അവർ യമനി നാഷണാലിറ്റിയിലുള്ള ഒരു വ്യക്തിയാണ്. ഉലിദത്ത് ബിൽ യമൻ സന
അൽഫും വ തിസുമിയ തിസും വ സബൂന മീലാദിയ. അവർ 1979 യമനിലായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നത്. വഹിയ കാത്തിബത്തും വസിഹാഫിയത്തുൻ, അവർ ഒരു എഴുത്തുകാരിയാണ്, അതുപോലെ തന്നെ ഒരു ജേർണലിസ്റ്റ് കൂടെയാണ്. ഹസലത്ത് അസയ്യിദത്ത് തവക്കുൽ കർമാൻ അല ജായിസത്തി നോബൽ ഇസ്ലാം സന അൽഫൈൻ വാഹിദും വ അഷറ മീലാദിയ. അവർക്ക് 2011 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫിക്ര എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഒന്നാമത്തേത്, മത്താ ഉൽദത്ത് സയ്യിദത്ത് തവക്കുൽ കർമാൻ, എപ്പോഴാണ് തവക്കുൽ കർമാൻ ജനിച്ചത്? സന അൽഫും വ തിസുമിയ തിസും വ സബൂന മീലാദിയ, 1979 അവർ ജനിച്ചിട്ടുണ്ടായിരുന്നത്. മാ ജിൻസിയത്ത് തവക്കുൽ കർമാൻ, ജിൻസിയ എന്ന് പറഞ്ഞാൽ നാഷണാലിറ്റിയാണ്. അവർ ഏത് നാഷണാലിറ്റിയാണ്? യമാനിയ, അവർ യമനാണ് അല്ലേ. ഇനി ജീം ഹസൽത്ത് തവക്കുൽ കർമാൻ അല ജായിസത്തി നോബൽ ലി, അവർക്ക് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ലി വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്? ലിസ്സലാം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനമായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 3 ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 14ാമത്തെ ചോദ്യമാണ്, ലാഹിൽ ഷംസുൽ മുഫ്രദാതി വായിദ സലാസ ജുമലിൻ അൻ അൽറാദി തദ്ഹീൻ. നമ്മുടെ പുകവലിയുടെ ദോഷത്തെ പറ്റിയുള്ള ഏതെങ്കിലും 3 സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അതിനു വേണ്ടി നമുക്ക് ഇവിടെ ഒരു പദസൂര്യൻ തന്നിട്ടുണ്ട്. അതിൻ്റെ സഹായത്തോട് കൂടിയിട്ട് 3 സെൻറ്റൻസുകൾ ഉണ്ടാക്കണം. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അത്തദ്ഹീന് യലുറു റിഅ എന്നുള്ളത് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പദസൂര്യനിൽ അൽ കൽബ്, അൽ ഹൽക്ക്, അൽ അസ്നാൻ, അൽ റിഅ ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 3 സെൻറ്റൻസുകൾ എഴുതി നോക്കാം. ഏതൊക്കെ എഴുതാം നമുക്ക്? ആദ്യം നമുക്ക് എഴുതാം അത്തദ്ഹീന് യുഫ്സിദുൽ അസ്നാൻ, നമ്മളെ പല്ലുകളെയൊക്കെ കേടുവരുത്തുന്നു. അത്തദ്ഹീന് യദുറുൽ കൽബ്, നമ്മുടെ ഹൃദയത്തിനെ മോശകരമായിട്ട് ബാധിക്കുന്നു. അത്തദ്ഹീന് സബബുൽ ലിസർത്താനിൽ ഹലക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഹൽക്കിനെയൊക്കെ ക്യാൻസറിന് വിധേയമാക്കാനും ഈ ഒരു പുകവലി കൊണ്ട് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള 3 സെൻറ്റൻസുകളാണ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കേണ്ടത്. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യമാണ്, ഇഖ്റൽ ഫിക്ര വലാ സ്വാലിഹുൻ മക്കാന ഫാത്തിമ വക്തുബുഹ മാ തബ്ദീലാത്തിൽ ലാസിമ. ഇവിടെ നമുക്ക് ഫാത്തിമയെ കുറിച്ചിട്ടുള്ള കുറച്ച് ചെറിയൊരു ഫിക്രയാണ് തന്നിട്ടുള്ളത്. ഫാത്തിമക്ക് പകരം നമുക്ക് സ്വാലിഹിനെ വെച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള ചേഞ്ചസുകൾ വരുത്തിക്കൊണ്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫാത്തിമ ഷാബത്തുൻ ഫക്കീറുൻ, ഫാത്തിമ എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട ഒരു യുവതിയാണ്. തബിയുൽ ഫവാക്കിഹ ഇലൽ മദീന, അവർ പട്ടണത്തിൽ പോയിട്ട് ഈ പഴങ്ങളൊക്കെ വിൽക്കുകയാണ്. ലിബാസുഹ കദീമുൻ, അവളുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് വളരെ പഴകിയ ഒരു ഡ്രസ്സാണ് അവൾ ധരിച്ചിട്ടുള്ളത്. ബൽ ഹിയ മുബ്തസിമത്തുൻ ദാഹിമൻ, പക്ഷെ അവൾ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ സ്വാലിഹാക്കാം? ഫാത്തിമ ഷാബത്തുൻ ഫക്കീറുൻ എന്നുള്ളത് സ്വാലിഹുൻ ഷാബുൻ ഫക്കീറുൻ എന്നായിട്ട് മാറും. അവിടെ രണ്ടിടത്തെയും താവ് മാറ്റി കൊടുക്കുക. പിന്നെ തെബിയു എന്നുള്ളത് യബിയു എന്നായിട്ട് മാറും. യബിയുൽ ഫവാക്കിഹ ഫി മദീന എന്നായിട്ട് മാറും. ഇനി ലിബാസുഹ എന്നുള്ളത് ലിബാസുഹു എന്നായിട്ട് മാറും. ഓക്കെ, ലിബാസുഹ എന്ന് പറഞ്ഞാൽ അവളുടെ ഡ്രസ്സാണ്, ലിബാസുഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ ആയിട്ട് മാറും. അപ്പോൾ ലിബാസുഹ കദീമുൻ എന്നാവും, കദീമത്തുൻ എന്നത് മാറിയിട്ട്. ബൽ ഹിയ എന്നുള്ളിടത്ത് ബൽ ഹുവ മുബ്തസിമത്തുൻ എന്നല്ല, മുബ്തസിമുൻ ദായിമൻ എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണ് മുഅന്നസ് മുദക്കറാക്കി എഴുതുക, മുദക്കർ എങ്ങനെ മുഅന്നസാക്കി എഴുതും എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യനാണ്, ഇഖ്റൽ ഫിക്രൽ ആത്തിയ വായിദ സലാസ അസ്ഇല മിൻഹ. എന്താണ്? താഴെയുള്ള ഫിക്ര വായിച്ച് അതിൽ നിന്ന് 3 ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. ചോദ്യങ്ങൾ ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. മാസ, ഐന, മൻ, മത്ത. മാസ എന്ന് പറഞ്ഞാൽ എന്ത്, ഐന എവിടെ, മൻ ആര്, മത്ത എപ്പോൾ, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് തന്നിട്ടുള്ള ഫിക്ര വായിച്ചു നോക്കാം. ഫി സ്വബാഹിൻ ഹാദിൻ സെമിയ ബുൽബുൽ കലാമൽ ജബലി വസഹലി. ഒരു ദിവസം രാവിലെ എന്താണ്ടായത്? ബുൽബുൽ നമ്മുടെ ജബലും സഹലും തമ്മിലുള്ള സംഭാഷണം കേൾക്കുകയാണ്. അവർ പറയുന്നത് കേട്ടു. ഫഖത്ത ഒനിയത്തിഹി വസ്വാഹ, എന്നിട്ട് എന്തു പറഞ്ഞു? അപ്പോൾ ഒനിയത്ത് പറയാണ്, ഇന്ന സൗത്തി അഹില, എൻ്റെ ശബ്ദമാണ് ഏറ്റവും നല്ലത് എന്ന് പറയാണ്. തഫത്തത്ത് വർദ്ധത്തുൻ ഹംറാ ഫി വസത്തിൻ ഹക്ലി വക്കാല, അപ്പോൾ ആ ഒരു വയലിൻ്റെ നടുവിൽ നിന്ന് ഒരു ചുവന്ന റോസാപ്പൂ തുറന്നുകൊണ്ട് പറയാണ്, അനാ റൗൻ വ അതിരി അജൂദ്, എന്താണ്? ഞാൻ ഏറ്റവും നല്ല ഭംഗിയുള്ളതും അതിരി എന്ന് പറഞ്ഞാൽ മണം, നല്ല മണമുള്ളതുമാണ് എന്ന് പറയാണ്. അപ്പോൾ ഇതാണ് തന്നിട്ടുള്ള ഫിക്ര. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. ഒന്നാമത്തേത് മാസ എന്ന് വെച്ചുകൊണ്ട് മാസ കാല വർദ്ധത്തുൻ ഹംറ, എന്താണ് ആ ചുവന്ന റോസാപ്പൂവ് പറഞ്ഞത്? രണ്ടാമത് ഐന തഫത്തത്ത് വർദ്ധത്തുൻ ഹംറ, എവിടെ നിന്നാണ് ആ റോസാപ്പൂവ് വിരിഞ്ഞത്? തഫത്തത്ത് പറഞ്ഞാൽ ഓപ്പണായി, തുറന്നത് എന്നാണ്, അഥവാ വിരിഞ്ഞത് എവിടെ നിന്നാണ്? മൂന്നാമത്തത് മൻ സെമിയ കലാമും വ ജബുലും വ സഹലുൻ, എന്താണ് ജബുലും സഹലും കൂടെ പറഞ്ഞിരുന്നത്?
ഓക്കെ, നാലാമത്തേത് മത്താ കഥ ഐനേഹി അൽ ബുൽബുൽ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഇവിടെ 4 ചോദ്യങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, 3 എണ്ണമാണ് നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 17ാമത്തെ ചോദ്യമാണ് ഇക്രൽ കലിമാത്തിൽ ലാത്തിയ വറത്തിബിഹ ജുംലത്തൻ സ്വഹീഹ. താഴെയുള്ള വാക്കുകൾ വായിച്ചിട്ട് ശരിയായ രൂപത്തിൽ ക്രമീകരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത് തന്നിട്ടുള്ളത് സ്വാലിഹത്തുൻ അസ്മാ ബിന്ത് അബി ബക്കർ ഫത്താത്തുൻ. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇതിനെ എങ്ങനെ നമ്മൾ സെൻറ്റൻസ് ആക്കി എഴുതും? ആദ്യം നമ്മൾ അസ്മാ ബിന്ത് അബി ബക്കർ എന്ന് എഴുതുക. ഫത്താത്തുൻ സ്വാലിഹത്തുൻ, അവർ നല്ല ഒരു സ്വാലിഹത്തായ യുവതിയാണെന്നാണ് പറയുന്നത്. ബാ ബിദാത്തിൻ നിത്താക്കേനി ലുക്കിബത്ത് അസ്മാ റളിയല്ലാഹു അൻഹ. ഇതാണ് തന്നിട്ടുള്ളത്. ഇത് എഴുതേണ്ടത് ലുക്കിബത്ത് അസ്മാ റളിയല്ലാഹു അൻഹ ബിദാത്തിൻ നിത്താക്കേൻ എന്നാണ് വരേണ്ടത്. ഇനി ജീമാണ് ത്വാമൻ അസ്മാ റളിയല്ലാഹു അൻഹ വസിക്കാഹൻ ജഹസദ് എന്ന് വരണം. അവിടെ ജഹസദ് എന്ന് ആദ്യം എഴുതണം. ജഹസദ് അസ്മാ റളിയല്ലാഹു അൻഹ ത്വാമൻ വസിക്കാഹൻ. ഇങ്ങനെയാണ് ഈ സെൻറ്റൻസ് എഴുതേണ്ടത്. ഇനി അടുത്ത സെക്ഷനാണ് അജ്ബൻ നസിലത്തിൽ സലാസത്തി ഫക്കത്ത്. ഏതെങ്കിലും 3 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, 18ാമത്തെ ചോദ്യം റജ അൽ ജദുവൽ വാജിബൻ അസ്ഇല. താഴെയുള്ള ഈ ഒരു ജദുവൽ പറഞ്ഞാൽ ടേബിൾ നിരീക്ഷിക്കുക. അതിനുശേഷം നിങ്ങളുടെ അടുത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ടേബിൾ തന്നിട്ടുള്ളത് ഇസ്മ്, താരീഖുൽ മീലാദ്, മക്കാനുൽ മീലാദ്, ജിൻസിയ. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇസ്മ എന്ന് പറഞ്ഞാൽ പേര്, താരീഖുൽ മീലാദ് പറഞ്ഞാൽ ജനിച്ച സ്ഥലം, താരീഖുൽ മീലാദ് ജനിച്ച ഡേറ്റ്, മക്കാനുൽ മീലാദ് ജനിച്ച സ്ഥലം, ജിൻസിയ നാഷണാലിറ്റി. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. അത് മുഹമ്മദ് ബിൻ സഅദ് ദബിലിൻ്റെയും തവക്കുൽ അബ്ദുസലാം കർമാൻ്റെയും കൈലാഷ് സത്യാർത്ഥിനിയുടെയുമാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം ഐന ഉലിദ കൈലാഷ് സത്യാർത്ഥിനി. എവിടെയാണ് കൈലാഷ് സത്യാർത്ഥിനി ജനിച്ചിട്ടുള്ളത്? അപ്പോൾ ടേബിളിൽ നോക്കുക, എവിടെയാണ് അദ്ദേഹം ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്, മധ്യപ്രദേശാണ്. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം മധ്യപ്രദേശ്. ഇനി അടുത്ത ചോദ്യം മത്താ ഉലിദ സഅദ് ദബിൽ. എവിടെയാണ് സഅദ് ദബിൽ ജനിച്ചത്? എപ്പോഴാണ് ജനിച്ചത്? 1944 ജനിച്ചത്. അടുത്ത ചോദ്യം മാ ജിൻസിയത്തു തവക്കുൽ അബ്ദുസലാം കർമാൻ. എന്താണ് അബ്ദുസലാം കർമാനിൻ്റെ ജിൻസിയത്ത്, നാഷണാലിറ്റി ഏതായിരുന്നു? യമാനിയാണ്, യമനാണ്. ഓക്കെ, ഒരു ചോദ്യം കൂടെ ഉണ്ട്. 4 മാ ഇസ്മ ഫത്താത്ത് യമാനിയ. യമനിലുള്ള ആ ഒരു യുവതിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരായിരുന്നു? തവക്കുൽ അബ്ദുസലാം കർമാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എഴുതുക. അടുത്ത ചോദ്യം നോക്കാം. ഒയ്ദൽ മുദക്കിറ അൻ ജുഹൂദി അസ്മാ ബിൻത് അബി ബക്കർ ബി മുസാദത്തിൻ നിഖാത്തിൽ ആത്തിയ. താഴെ തന്നിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ അസ്മാ ബിൻത് അബി ബക്കർ റളിയല്ലാഹു അൻഹയുടെ ധീരതയെക്കുറിച്ചിട്ട് ഒരു മുദക്കിറ, ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ തന്നിട്ടുള്ളത് 1 ദാത്തുൻ നിത്താക്കേനി തജ്ഹീസു ത്വാമി യൗമൽ ഹിജ്റ സഹാബു ബിത്വാമി ഇല ഓർ സൗർ തസ്ലിയത്തു അസ്മാ റളിയല്ലാഹു അൻഹ ജദ്ദഹ ഹിജ്റത്തുഹ ഇല മദീന. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു പാരഗ്രാഫ് എഴുതി നോക്കാം. അപ്പോൾ ഹെഡിങ് കൊടുക്കാം ജുഹൂദ് അസ്മാ റളിയല്ലാഹു അൻഹ എന്ന് ഹെഡിങ് കൊടുക്കാം. യൗമൻ അറാദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വാഹിബു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അൽ ഖുറൂജ് ഇലാ മദീന. എന്താണ്? ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരനായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും കൂടെ മദീനയിലേക്ക് പോവാൻ തീരുമാനിച്ചു. വജഹസദ് അസ്മാ റളിയല്ലാഹു അൻഹ ത്വആമൻ വസിക്കായൻ. അങ്ങനെ അസ്മാ റളിയല്ലാഹു അൻഹ ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. വശക്കത്ത് നത്താഖഹ നിസ്ഫൈനി സുമ്മ റബത്തത്ത് ബി അഹ്ദഹുമാ അൽ കീസ് വൽ ഇൽസാനി അസ്സഖാൽ ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദലക്കല്ലാഹു ബിനിതാഖക ഹാദൻ നിതാഖൈനി ഫിൽ ജന്ന. എന്താണ്? അങ്ങനെ ഒരു തുണിയിൽ ഒരു കീശയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ നിതാഖൈനി, ഈ ഒരു ഷാളി എന്ന് പറയുന്നത് നിനക്ക് സ്വർഗത്തിലേക്കുള്ള ഒന്നാണെന്ന് പറഞ്ഞു. മുന്ത ദാലിക്കൽ ഹീന ലക്കബത്തു അസ്മാ ബിദാത്തിൻ നിതാഖൈൻ വഫി ഹാദിൽ യൗം സല്ലത്ത് അസ്മാ റളിയല്ലാഹു അൻഹ ജദ്ദഹ അബൂ കുഹാഫ ബിവളത്തിൽ ലഹ്ജാർ ഫിൽ കുവ വലമ്മാ ലബിസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വാഹിബുഹു ഫിൽ ആർ കാനത്ത് ദഹബത്തു അസ്മാ റളിയല്ലാഹു അൻഹ ബിത്ത്വാമി ഇല ആർ ഫൗറൻ ഫി 3 ലയാലി വലമ്മാ ഇത്തഹൈത ഫുർസതൻ ലിൽ ഹിജ്റതി വകാനത്ത് അസ്മാ റളിയല്ലാഹു അൻഹ ഹാമിലതൻ കാമിലതൻ ബി ഇബ്നിഹ. നമുക്ക് ഈ സ്റ്റോറി അറിയാവുന്നതാണ്. അപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അങ്ങനെ വല്യപ്പ അബൂ കുഹാഫ വന്ന സ്റ്റോറിയൊക്കെ അറിയാവുന്നതാണല്ലേ. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ എഴുതേണ്ടത്.
ഇനി അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യമാണ്. ലക്കിയ ഫുആ വലദം മിസ്കീനം വഹുവ യബീഉൽ അക്കിയാസിഫിൽ മദീന. നമ്മുടെ ഫുആദ് ഒരു കുട്ടിയെ കണ്ടു, ഒരു പാവപ്പെട്ട ഒരു കുട്ടിയെ മദീനയിൽ വെച്ചിട്ട് പട്ടണത്തിൽ വെച്ചിട്ട് കണ്ടു. അവൻ എന്താണ്, കുറേ കീശകളൊക്കെ വിൽക്കുകയാണ്. ഫദാറ ബൈനഹുമ ഹിവാർ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഹിവാർ, ഒരു സംഭാഷണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആയിദൽ ഹിവാർ മിൻ ഹിയാലിക്ക, നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് അത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഫുആദ് ചോദിക്കും സ്വബാൽ ഖൈർ എന്ന് പറയും അല്ലേ. അപ്പോൾ വലത് എന്താ പറയുക, സ്വബാഹൻ നൂർ എന്ന് പറയും. ഫുആദ് മൈസ്മുക്ക, എന്താണ് നിൻ്റെ പേര് എന്ന് ചോദിക്കും. അപ്പോൾ വലത് പറയാണ് അന അഹമ്മദ്, ഞാൻ അഹമ്മദാണ്. അപ്പോൾ ഫുആദ് ചോദിക്കുകയാണ് മാതാ തഹ്മൽ ഫിൽ റസിക്ക, നിൻ്റെ തലയിൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറയാണ് ഹാദി അക്കിയാസ്, ഇത് കുറച്ച് കീശകളാണ്. ലിയബിയോ ഫിസൂക്ക്, ഇത് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കാനുള്ളതാണ്. അപ്പോൾ ഫുആദ് ചോദിക്കുകയാണ് അയിന തസ്കുനു വത്തനാമു, നീ എവിടെയാണ് താമസിക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ. അപ്പോൾ കുട്ടി പറയാണ് കുന്തു അസ്കനു ഫീരി ആയത്തി അമ്മി ബൽ, എന്താണ് ഞാൻ മുന്നേ എൻ്റെ അമ്മാവിൻ്റെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. ബൽ, പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഫുആദ് ചോദിക്കുകയാണ് മാതാ കുല്ലി, എന്താണ് നീ പറയ്. ലാ തഖാഫക്, നീ ഭയപ്പെടേണ്ട, നീ പേടിക്കൊന്നും വേണ്ട, നീ പറഞ്ഞോ എന്ന് പറയാണ്. അപ്പോൾ അൽ വലത് പറയാണ് ദൊറബ്നി അൽ അമ്മ വ തൊറദിനി മിനൽ ബൈത്ത്, എന്നെന്താണ് അമ്മാവൻ ഉപദ്രവിക്കുകയും എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അപ്പോൾ ഫുആദ് പറയാണ് ലാ തബക്കി, നീ കരയണ്ട, അന ഉസാ, ഇതൊക്കെ ഞാൻ നിന്നെ സഹായിക്കാം. അപ്പോൾ വലത്